എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ മൊണാലിസ, നമ്മുടെ പ്രിയപ്പെട്ട മൊണാലിസ കേരളത്തിലെത്തി, ഉദ്ഘാടനമൊക്കെ നടത്തി, അടിപൊളിയായിട്ടുണ്ട്. എയർപോർട്ടിലെത്തിയത് വമ്പൻ സ്വീകരണമായിരുന്നു. ഒരുപാട് മെയിൻ റിപ്പോർട്ടേഴ്സ്, ചാനലുകാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു, കവർ ചെയ്ത് ഷൂട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ തന്നെ ഓർത്തോണം മൊണാലിസയുടെ പേര് എങ്ങനെയൊക്കെയാണ് ലോകം മൊത്തം പ്രസിദ്ധമായേ എന്നുള്ളത്. 144 വർഷം കൂടിയാണ് ഒരു കുംഭമേള നടക്കുക. അങ്ങനെ ആ മഹാകുംഭമേളയിൽ ഇത് മാല വിൽക്കാൻ വേണ്ടി വന്ന പെൺകുട്ടിയെ ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ആ ഫോട്ടോ വൈറലാകുന്നു. അങ്ങനെ ഇൻ്റർവ്യൂകൾ നടക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും നടന്നു കഴിഞ്ഞു. ആ പെൺകുട്ടി പോലും വിചാരിക്കാത്ത രീതിയിൽ ആ പെൺകുട്ടിയുടെ തലവര മാറിപ്പോയി. എന്തിനേറെ പറയുന്നു, ഇവിടുത്തെ ഉദ്ഘാടന റാണിമാരുടെ വരെ കഞ്ഞികൂടി വെള്ളത്തിലായി എന്ന് പറയാം. മൊണാലിസയുടെ ചാരക്കണ്ണുകളാണ് ഏറ്റവും മനോഹരം. അവളുടെ നിഷ്കളങ്കമായ പുഞ്ചിരി, അതാണ് അവളെ ഏറ്റവും സുന്ദരിയാക്കിയത്. അങ്ങനെ ആര് പോലും അറിയാത്ത ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. മീഡിയയിൽ വൈറലായി മാറിയ ഈ സംഭവത്തെ നമ്മുടെ ബോച്ച മുതലാക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബോച്ച ജയിലിലായിരുന്ന കാര്യവും തിരിച്ചു വന്നതിന് ശേഷം പൂർവാധികം ശക്തിയോടെയാണ് ബോച്ച തിരിച്ചു വന്നത്. അത് തിരിച്ചു വന്നതല്ല, പലരെയും അടിവേരെ ഇളക്കത്തക്ക രീതിയിൽ അടി കൊടുത്തുകൊണ്ടാണ് ബോച്ച വന്നതെന്ന് പറയാം. അതിനുവേണ്ടി ഒരു കുപ്പയിൽ മറിഞ്ഞു കിടന്ന ഒരു മാണിക്യത്തെയാണ് കരുവാക്കിയത് ബോച്ച. അത് ബോച്ചയുടെ ഒരു ബിസിനസ് തന്ത്രം കൂടിയാണ്. എന്തായാലും ഈ പെൺകുട്ടി എയർപോർട്ടിൽ വന്ന സമയത്ത് ഈ റിപ്പോർട്ടേഴ്സൊക്കെ ചെന്ന് പറയുമ്പോൾ അതിന് മാസ്ക് ഒക്കെ വെച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുകയായിരുന്നു. ഇവർ പറയണം മാസ്ക് കഴിക്കാൻ, അത് മാസ്ക് കഴിച്ചു. കണ്ണട ഊരാൻ പറഞ്ഞു, അത് കണ്ണട ഊരി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെയുള്ള ഒരു സൂപ്പർ സ്റ്റാർഡമുള്ള നടിമാരോ ആരെങ്കിലോട് ഈ മാസ്ക് ഊരാൻ പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ കണ്ണട ഊരാൻ പറഞ്ഞാൽ അവർ ഊരുവോ? ഇല്ല. അപ്പോൾ അതാണ് ആ പെൺകുട്ടിയുടെ ഒരു നിഷ്കളങ്കത. അവർക്ക് അറിയില്ല എന്താ ചെയ്യണ്ടേ എന്നുള്ളത്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാവേ. ओके केरल से आर्मी में क्या बोलिए वानु എന്തായാലും ആദ്യമായിട്ടാണ് കേരളത്തിൽ വിസിറ്റ് ചെയ്യുന്ന ആ പെൺകുട്ടി. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയുണ്ട് ആ പെൺകുട്ടിയുടെ മുഖത്ത്. ബോച്ചയുടെ ഉദ്ഘാടന വേദിയിലേക്ക് ആ പെൺകുട്ടി വരുന്നത് ബോച്ചയുടെ തന്നെ കാറിലാണ്. ബോച്ച വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നു. പെൺകുട്ടി നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നല്ല താരസുന്ദരിമാരൊക്കെ മാറി നിൽക്കുന്ന രീതിയിലാണ് പെൺകുട്ടി വന്നിറങ്ങിയത്. അതൊക്കെ കാണാൻ നല്ല രസമാണ്. നമ്മൾ എന്നാ പുളകം കൊള്ളുന്നു എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ. കാരണം നമുക്കറിയാം അവരൊരു സാധാരണ പെൺകുട്ടിയായിരുന്നെന്നും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ആ കുട്ടി ഇതുപോലൊരു സക്സസ്ഫുള്ളായി മാറിയെന്നും ആ കുട്ടിയെ വെച്ച് ഈ ഉദ്ഘാടനം ചെയ്യാൻ തോന്നിച്ചത് ബോച്ചയുടെ ഒരു ഇതാണ്, ബിസിനസ് തന്ത്രമാണ്. എന്തൊക്കെയാണെങ്കിലും അതൊരു ബിസിനസ് തന്ത്രമാണ്. കാരണം ബോച്ചയുടെ വസ്ത്രം തന്നെ നോക്കിക്കോ, അതിനകത്തെല്ലാം പുള്ളിയുടെ ഒരു ലോഗോ പതിച്ചിട്ടുണ്ട് എല്ലായിടത്തും. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിൽ ഈ പെൺകുട്ടി ലോകം മൊത്തം ശ്രദ്ധ ആകർഷിച്ച പെൺകുട്ടിയാണ്. അതോടൊപ്പം ഈ പെൺകുട്ടീനെ സ്റ്റേജിലേക്ക് ആദ്യമായിട്ട് വിളിച്ച വ്യക്തിയാണ് ബോച്ചെ. വിമാനത്തിൽ യാത്രയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് ബോച്ചയാണ്. അതുകൊണ്ടൊക്കെ ബോച്ചേനെയും എല്ലാവരും ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ ബോച്ചയുടെ സ്ഥാപനവും ശ്രദ്ധിക്കപ്പെടും. ആ ലോഗോയൊക്കെ പുള്ളിയുടെ ഡ്രസ്സിൽ തന്നെ പതിച്ചിട്ടുണ്ട്. അതും ആ ലോഗോയും അപ്പോൾ ലോകം പ്രസിദ്ധമാകും ഈ ഒരു പെൺകുട്ടിയോട് കൂടി. ആ ഒരു ബിസിനസ് തന്ത്രത്തെ നന്നായിട്ട് മുതലെടുത്തിട്ടുണ്ട് ഈ ബോച്ചെ. ആച്ചയുടെ ഈ ഒരു ബിസിനസ് കളിയുണ്ടല്ലോ, ഒരു തന്ത്രം, അത് സക്സസ്ഫുൾ ആയെന്ന് കാണുമ്പോൾ ഇനി മറ്റുള്ളവരും അത് കോപ്പി ചെയ്യാൻ നോക്കും. ഞാൻ പറഞ്ഞത് ഈ പെൺകുട്ടിയെ മറ്റുള്ളവർ ഉദ്ഘാടനത്തിനും കാര്യങ്ങൾക്കൊക്കെ വിളിക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവരും വിളിക്കും. അങ്ങനെ അവളുടെ സ്റ്റൈലും രീതികളൊക്കെ മാറി വരും. ഇങ്ങനെ അവളുടെ വീടൊക്കെ കാണാം. അവളൊരു കൊച്ചു കുടിലാണ് താമസിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. അവളുടെ വീടും സാഹചര്യങ്ങളും സാധാരണ രീതിയിലുള്ള ഒരു ജീവിത ശൈലിയാണ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഒരു ഇതിലേക്ക് വരിക. ആൾക്കാരും ബഹളം, അതിൻ്റെ നടുവിൽ അവൾ നിൽക്കുന്നു. എല്ലാവരുടെയും നോട്ട് അവളിലേക്കാണ്. എല്ലാവരും ശ്രദ്ധയെ ആകർഷിക്കുന്നു. എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കാൻ തിടുക്കം കൂട്ടുന്നു. എല്ലാവരോട് സംസാരിക്കാൻ തിടുക്കം കൂട്ടുന്നു. അതൊക്കെ കാണുമ്പോൾ ആ കുട്ടി വേറൊരു ലോകത്ത് നിൽക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിമിഷ നേരം കൊണ്ടാണ് അവളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറിയത്. എന്തായാലും സ്വന്തം ശരീരത്തെയും സ്വന്തം സൗന്ദര്യത്തെയും ഭയങ്കര അഹങ്കാരത്തിൽ കൊണ്ട് നടക്കുന്നവർക്കൊക്കെ ഇതൊരു തിരിച്ചടി തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ കണ്ടറിയില്ലേ, കുറച്ച് ഒരു പൂച്ചക്കണ്ണുള്ള പെൺകുട്ടിയാണെങ്കിൽ ശരി, അതിനൊക്കെ ഇച്ചിരി സൗന്ദര്യം ഉണ്ടല്ലോ, ഇച്ചിരി കളറുണ്ട്, കാണാൻ ഭംഗിയുണ്ട് എന്നൊക്കെ എല്ലാവരുടെ നോട്ടമൊക്കെ ചെല്ലുന്ന ഒരു പെൺകുട്ടിയാന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ എത്ര നെഗളം വരും. ഭയങ്കരമായിട്ട് നെകളിച്ച് അഹങ്കരിച്ച് ജാടയൊക്കെ ഇട്ടൊക്കെ നടക്കും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തയാണ് ഈ പെൺകുട്ടി. കാരണം അന്ന് മഹാകുംഭമേളയിൽ മാല വിട്ട് നടന്നപ്പോൾ എല്ലാവരും തന്നെ കാണാൻ അടുത്തുകൂടി. ഇപ്പോൾ ഇവളും അങ്ങോട്ട് പറയാം, എന്നെ ജീവിക്കാൻ അനുവദിക്കണേ, ഞാനിതൊന്ന് കച്ചവടം ചെയ്തോട്ടേന്ന്. അപ്പോൾ അവളുടെ എളിമ അത്രയ്ക്കുണ്ട്, അവളുടെ നിഷ്കളങ്കത്വം. കാരണം വേറൊരു വിദ്യാഭ്യാസമോ അങ്ങനെയൊന്നും ആ കുട്ടിക്കില്ല. അപ്പോൾ അവൾക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യമുള്ളൂ, ഇത് കച്ചവടം ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ട് വേണം ഞങ്ങൾക്ക് ഉപജീവനം കഴിക്കാൻ. ആ നിഷ്കളങ്കതയാണ് ലോകത്തിൻ്റെ ശ്രദ്ധ അവളിൽ ഉടക്കാൻ കാരണം. അത് തന്നെയാണ് ഇപ്പോൾ ഈ ഫോട്ടോ എടുത്ത വ്യക്തിയായിരുന്നു ആ പെൺകുട്ടിക്ക് അറിയില്ല, പോസ്റ്റ് ചെയ്ത വ്യക്തിയായിരുന്നു അറിയത്തില്ല, ഇത് വേണ്ടി നല്ല നല്ല കമൻ്റ് ഇട്ടവരാരെന്ന് പോലും അവൾക്കറിയില്ല. അതാ പറഞ്ഞത്, ദൈവം ഒരു സ്ഥലത്തിരുന്ന് ഒന്ന് ചെയ്യും,
അത് ഒരാളുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമായി തീരും. അതായത് വേറൊരാളെ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവം മാറ്റങ്ങൾ വരുത്തുന്നതാണ് ആ കുഞ്ഞിലൂടെ നമ്മൾ കണ്ടത്. അതോടൊപ്പം ബോച്ചയുടെ സംസാരം കൂടി നമുക്കൊന്ന് കേൾക്കാം. സ്റ്റേജിൽ ഈ പെൺകുട്ടി വന്നതിന് ശേഷം ബോച്ച പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ശരിക്കും ഞാൻ महाकुंभमेले 144 144 इयर्स में एक ही बार आ रहे वर्ल्ड का सबसे बड़े महाकुंभमेला. അപ്പൊ ആ കുംഭമേളയ്ക്ക് ഈ ഡയമണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രത്യക്ഷമാവുന്നത് അങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെടാൻ കാരണം. അപ്പോ കുംഭമേള ഡയമണ്ട് ആണ് ഇപ്പോ. ഇന്ന് വാലന്റൈൻസ് ഡേ ഈ ദിനത്തിൽ തന്നെ ഒരു കുപ്പയിൽ കിടന്ന മാണിക്യത്തെയാണ് ബോച്ചെ അവരുടെ ആരാധകർക്ക് അല്ലെ ബോച്ചയുടെ ആരാധകർക്ക് കോഴിക്കോടിന് ഒരു അത്ഭുത കാഴ്ചയായി കൊണ്ട് നിർത്തിയത്. അപ്പോൾ ഇതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നല്ല രീതിയിൽ ആ പെൺകുട്ടിക്ക് അത് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഇതുപോലെയൊക്കെ സ്റ്റേജിലൊക്കെ വരുമ്പോൾ ആ കുട്ടിക്ക് ഒരു വെപ്രാളമൊക്കെ കാണുന്ന ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അവൾ ഉണ്ട്. കാരണം ഒരു വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പോയ പെൺകുട്ടിയോ അല്ല, എന്നാൽ പോലും അവൾക്കൊരു ആ ഒരു ധൈര്യം കോൺഫിഡൻറ്റ് ഒരു പക്ഷേ എല്ലാവരും സംസാരിച്ച് അവളെ ധൈര്യപ്പെടുത്തിയതായിരിക്കാം. അതല്ലെങ്കിൽ അവളുടെ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് അവൾ സ്വയം ആ ഒരു ധൈര്യം ആർജിച്ചെടുത്തതായിരിക്കാം. എനിക്ക് രക്ഷപ്പെടാൻ ഇതേ ഒരു കച്ചിത്തിരുമ്പുള്ള നത്തേ കയറി പിടിച്ച് രക്ഷപ്പെട്ടേക്കാം എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും മൊണാലിസയ്ക്കും ബോച്ചയ്ക്കും ആശംസകൾ അറിയിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.